വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്നാണല്ലോ വചനം പറയുന്നത്. വിശ്വാസത്തോടെ നാം ചോദിക്കുന്ന ഏതു കാര്യവും ദൈവം നമുക്ക് സാധിച്ചു തരും. നിരുപാധികമായ കീഴടങ്ങലാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ വിശ്വാസത്തെ സമീപിക്കാനാവില്ല. എന്നിട്ടും പല കാര്യങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ നാം അവിശ്വാസികളാകും. മനസ്സ് അസ്വസ്ഥമാകും. ഇത്തരം അവസരങ്ങളിൽ നാം ഈശോയോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയുടെ മുമ്പിലെത്തി ഇങ്ങനെ പറയുക: നിനക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് എനിക്കുറച്ച വിശ്വാസമുണ്ട്. നീ ഇക്കാര്യം എനിക്ക് ചെയ്തു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജീവിതത്തിൽ ഏത് വിഷയത്തെ പ്രതി നാം സന്ദേഹം അനുഭവിക്കുന്നുവോ, അസ്വസ്ഥരാകുന്നുവോ, അപ്പോഴെല്ലാം ഇങ്ങനെ പറയുക. ഈ വാക്കുകൾ ഒരു പ്രാർത്ഥന പോലെയോ സുഹൃതജപം പോലെയോ പറഞ്ഞു നടക്കുക. അപ്പോൾ നാം സ്വസ്ഥരാകും. നമുക്കൊന്നുകൂടി നമ്മുടെ പ്രശ്നങ്ങളെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്കിങ്ങനെ പറയാം: ഈശോയെ, നിനക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് എനിക്കുറച്ച വിശ്വാസമുണ്ട്. നീ ഇക്കാര്യം എനിക്ക് ചെയ്തു തരുമെന്ന് എനിക്കുറപ്പുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം, അല്ലേ? ഈശോ അനുഗ്രഹിക്കട്ടെ. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. കളിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം
പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം.